എന്താണ് CAA? എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ഇപ്പോൾ തലക്കെട്ടുകളിൽ വരുന്നത്? CAA അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം 2019 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. പക്ഷേ ഇപ്പോഴാണ് അത് നടപ്പാക്കാനുള്ള നടപടി തുടങ്ങിയത്. അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ അനുവദിക്കുന്നതാണ് ഈ നിയമം. ഇതിനർത്ഥം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അമുസ്ലിമുകൾക്ക് അപേക്ഷിക്കാം എന്നാണ്. ഇന്ത്യൻ പൗരന്മാർ 2014 മാർച്ചിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്ര വിവാദമായത്? CAA നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് പല ഗ്രൂപ്പുകളും സുപ്രീം കോടതിയിൽ പോകുന്നത് നമ്മൾ ഇതിനകം കണ്ടു. അത് ദേശീയ രജിസ്ട്രിക്കൊപ്പം കാണുന്നതാണ്. തങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന നിയമവിരുദ്ധമായ ആളുകളോ അനധികൃത കുടിയേറ്റക്കാരോ അല്ലെന്ന് ഉറപ്പുവരുത്താൻ പൗരന്മാർ നടത്തുന്ന ഒരു നീക്കം ഇത് മുസ്ലിം വിരുദ്ധമായ ഒന്നായി ചിത്രീകരിക്കപ്പെടുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ നിലവിലെ അവകാശങ്ങളെ ഒരു പൗരനും CAA നഷ്ടപ്പെടുത്തുന്നില്ലെന്ന് സർക്കാർ പറയുന്നു. പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷമെന്ന നിലയിൽ ഇന്ത്യയിലേക്ക് കുടിയേറിയവരും 2014 മുമ്പ് ഈ അയൽ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഉള്ളവരുമായ ഒരാൾ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കും? അവരും ഒരു ഓൺലൈൻ പോർട്ടലിൽ അപേക്ഷ നൽകണം. 6 സെറ്റ് രേഖകൾ നൽകുക. തുടർന്ന് അവരെ ഇന്ത്യൻ പൗരന്മാരാക്കാനുള്ള പ്രക്രിയ ആരംഭിക്കും. ഇത് അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി ഈ നിയമങ്ങൾ വിജ്ഞാപനവും ചെയ്തിട്ടില്ല. അതിനാൽ അടുത്ത യുക്തിസഹമായ ചോദ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രഖ്യാപിച്ചത് എന്നാണ്. കാരണം ഇപ്പോഴത്തെ സമയം വളരെ പ്രധാനമാണ്. ഇത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് ഈ നിയമം ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങുന്നത്. പക്ഷേ ഇത് തികച്ചും വൈകാരികമായ ഒരു പ്രശ്നമാണ് കുറേ പേരെ സംബന്ധിച്ചെങ്കിൽ. അതിനാൽ അവർ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്.